ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ സോനാമർഗിലോട്ടേക്ക് പോവാണ്. കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഒരുപാട് വീഡിയോ ഉണ്ട്. ഫോണൊക്കെ ഫോട്ടോസ് നിറഞ്ഞിട്ടുണ്ട് ഫോണിൽ. നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോ വഴി കൂടുമ്പോഴത്തേക്കും നല്ല മഞ്ഞിങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഇങ്ങനെ കൂടി വരാം കേട്ടോ. പുറത്ത് കാണാൻ നല്ല രസമുണ്ട്. ഞങ്ങൾ കാറിൽ ഹീറ്റർ ഇട്ടിട്ടാട്ടോ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഗ്ലാസ് താത്തുമ്പോൾ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും തണുപ്പാണ്. അപ്പോൾ പുറത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞങ്ങളെക്കാളും ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ ഉമ്മച്ചിൻ്റെത്. ഈ മഞ്ഞൊന്ന് കയ്യിൽ ഇങ്ങനെ തൊടണം എന്നുള്ളത്. ഈ മഞ്ഞ് കാണുമ്പോൾ ഉമ്മച്ചിനെ പോലെ ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ. എപ്പോഴാണ് അവിടെ എത്താന്നുള്ളൊരു വെയിറ്റിംഗിലാട്ടോ ഞങ്ങളവിടെ. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ സ്നോ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് പ്ലേസ്. ആകെ ഉമ്മച്ചിക്കുള്ള ഒരു ടെൻഷനാണ് ഗൈസ്. കാശ്മീർ വിട്ട് പോകുമ്പോൾ മഞ്ഞുണ്ടാവുമെന്ന് കേട്ടോ. ഭയങ്കര തിക്കിലാട്ടോ സ്നോ കിടക്കുന്നത്. കാറിൻ്റെ റൂഫിൻ്റെ മേലൊക്കെ മഞ്ഞ് കിടക്കുന്ന കണ്ടിട്ട് എന്താ പറയുക, ഞങ്ങളത് കാണുമ്പോണ്ടല്ലോ നമുക്ക് കാണല്ലോ പുറത്ത്. അപ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയില്ല കേട്ടോ. നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. എപ്പോഴാണ് അവിടെ എത്താന്ന് പച്ചിനോട് ഇങ്ങനെ എപ്പോഴും ചോദിക്കായിരുന്നു കേട്ടോ. ഈ യൂട്യൂബിലിടല്ല ചിലർ വീഡിയോ കാണുമ്പോൾ ഞാൻ നല്ല രസമുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കാശ്മീരിലെത്തുമ്പോൾ ഇത്ര മണ്ണൊന്നും ഉണ്ടാവുമെന്ന്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. വീഡിയോയിലോട്ട് കാണുന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. മഞ്ഞൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോയാലും മണ്ണൊന്ന് തൊടണം, എന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഗൈസ്, ഈ വെൽക്കം ടു സോനാമർഗ് പറഞ്ഞ റീൽസ് കണ്ട് അവസാനം ഞങ്ങളെന്നെ ആ സ്ഥലത്തെത്തി ഗൈസ്. രണ്ട് സൈഡിലും സ്നോ എന്താ പറയുക മതിലാക്കിയിട്ടുണ്ട്. പിന്നെയാണ് ഗൈസ് ഞങ്ങൾ സ്നോ തൊടാൻ പോയിട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. സ്നോ തൊടാൻ വെച്ച് കളിക്കുന്നത് നോക്ക് ഗൈസ്. സ്നോ വെച്ചിട്ട് അടിപൊളിയായിരുന്നു. അവിടെ ബ്ലോക്ക് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ നേരം എടുക്കുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പുറത്ത് ഇറങ്ങിയിട്ട് എൻ്റെ ഹാപ്പി ആയി ഗൈസ്. ഇപ്പച്ചും ഉമ്മച്ചും ഞാനും ലാജ് ഇത്തിയും കൂടി ഇങ്ങോട്ട് കടിക്കായിരുന്നു കേട്ടോ സ്നോയിൽ. എന്താ -13 ആയിരുന്നു. ഞങ്ങളുടെ ഗ്ലൗസൊക്കെ നനഞ്ഞു കേട്ടോ. ലാജിക്ക് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഉമ്മച്ചി ഉപ്പച്ചിറ്റും പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോയി. ഞാനും ലാജിയും കൂടി മറ്റേ സ്നോ ആയിട്ട് കളിക്കലായിരുന്നു. പിന്നെ ഞങ്ങൾ വാട്ടർ പ്രൂഫിൻ്റെ ഗ്ലൗസ് വാങ്ങിച്ചിട്ട് അത് വെയർ ചെയ്തു. തായ്വരയിൽ നിങ്ങൾക്ക് വീടുകൾ കാണുന്നുണ്ടോ? ഞാൻ പിന്നെ അവിടെ കുറച്ച് പോസസൊക്കെ എടുത്തു വെക്കായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തും വീഡിയോസും എടുത്തും ഇവിടെ കുറേ നേരം എൻജോയ് ചെയ്യാൻ ടൈം കിട്ടി. എന്താ വെച്ചിട്ട് ഫുൾ ബ്ലോക്ക് ആയിരുന്നു. ഇങ്ങോട്ട് തിരിഞ്ഞിക്കടാ, ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് വേട്ടുണ്ടാക്കി. ഐസ് തിന്നാൻ പോവാണ് ഗൈസ്. ഉമ്മച്ചിൻ്റെ സന്തോഷപ്രകാരം ഉമ്മച്ചിൻ്റെ ഏറ്റവും ആഗ്രഹമായിരുന്ന ഐസ് തൊട്ടിട്ട് അതൊന്ന് തിന്നണം ഗൈസ്. ഉമ്മച്ചിൻ്റെ ഏറ്റവും ആഗ്രഹം ഇതിപ്പം നടന്നിരിക്കുന്നു ഗൈസ്. ഇപ്പച്ചിൻ്റെ വീട്ടിൻ്റെ കാലൊക്കെ താന്ന് പോയിട്ടുണ്ട്. അത് അത്രയും ഫ്രഷ് സ്നോ ആട്ടോ. എൻ്റെത് നാജിനും താന്നിട്ടില്ല. അത് നല്ല തണുക്കൂട്ട, ഗ്ലൗസ് മാക്കണ്ട ഗൈസ്. സ്നോ എടുത്തിട്ട് സ്നോ ഗ്ലൗസ് വെച്ചിരിക്കുമ്പോൾ വലിയ തണുപ്പില്ലായിരുന്നു. അതിന് ശേഷം നനവ് കിട്ടിയപ്പം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ലാസിമോൻ്റെ പാൻറ്റൊക്കെ സ്നോ ഉണ്ടായതുകൊണ്ട് നല്ല നനഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കോമഡിനെ ഇട്ട് എൻ്റെ മുമ്പത്തെ വീഡിയോ ഞങ്ങൾ 5-6 ഡ്രസ്സ് ഇട്ടിട്ടാട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് തണുപ്പ് കയറുന്നുള്ളൂ.
ഗൈസ് ലാസിമും പോരാനൊന്നും ഉദ്ദേശമില്ല കേട്ടോ. ഓൻ അവിടെ മഞ്ഞുമ്മ കിടക്കുന്ന അങ്ങോട്ട് എറിയുന്ന ഇങ്ങോട്ടാണ്. ഓൻ സത്യം പറഞ്ഞ് നല്ല എൻജോയ് ആയി. ഗൈസ് ഞങ്ങൾ 2 കണ്ണ് മാത്രം കാണുന്നുള്ളൂ കേട്ടോ. ഗൈസ് അവിടെ ഫുള്ള് വെള്ളം ഒലിച്ച് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെയാണ് ഒരു കാര്യം മനസ്സിലായത്. അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു ഇങ്ങനത്തെ സ്ഥലത്ത് വെള്ളം കിട്ടാൻ നല്ല പണിയാണെന്ന്. ഗൈസ് നിങ്ങൾ കണ്ടോ പച്ചിൻ്റെ കാല് താന്നു പോകുന്നത്. ഗൈസ് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ സ്നോ ഫാൾ ഉണ്ടാക്കാം കേട്ടോ. സ്നോഫാൾ ഇല്ലായിട്ട് ലാസ്റ്റ് ഫോട്ടോക്കും വരുന്നില്ല, വീഡിയോക്കും വരുന്നില്ല. അവിടെ ഇരുന്ന് കഴിക്കാണ് കേട്ടോ സ്നോ. ഉമ്മച്ചിൻ്റെ കൈക്കാൻ സ്നോ കണ്ടിരുന്നുണ്ട്. ഗേൾസ് ഓനുണ്ടാക്കിയ ഏട്ടാണ് ഉമ്മച്ചിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ് കൊടുത്തതാട്ടോ. എന്നിട്ട് അതിൻ്റെ പൊട്ടിക്കാണ്. ഗൈസ് കോമഡി അതൊന്നുമല്ല ഗൈസ്. ഓൻ്റെ പാൻറ് നന്നിട്ട് കുറച്ച് മേലെ എത്തിയതിന് ശേഷം ഫുള്ളും കരച്ചിലെഴുത്തിൻ്റെ കണ്ണാടൊക്കെ കാണണമായിരുന്നു ഗൈസ്. പെട്ടെന്നാണ് ഗൈസ് സ്നോഫോൾ വന്നത്. എന്നിട്ട് എല്ലാവരും വണ്ടി കയറിയപ്പം ഞങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം പുറത്തുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതൊരു സ്നോഫോൾ അങ്ങോട്ട് വന്നു. റിയൽ ആയിട്ടുള്ള സ്നോഫോൾ ഇപ്പം ഞങ്ങൾ എൻജോയ് ചെയ്യാട്ടോ. ഞാനൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച് കൊണ്ടു. നല്ല രസമുണ്ട് സ്നോ വികുന്നത് കാണാനൊക്കെ. അപ്പം ഞങ്ങൾ ഡ്രൈവറങ്ങളെ പറഞ്ഞു കാറിലേക്ക് കയറാൻ ഭയങ്കര സ്നോഫാൾ ആയപ്പം. ഇപ്പം നല്ല മൂടിട്ടു. സ്നോഫാൾ നല്ല പെയ്തു തുടങ്ങി. പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങി വീഡിയോ എടുക്കാൻ. ഞങ്ങൾ ബ്ലാക്ക് ഡ്രസ് ഇട്ടുകൊണ്ട് സ്നോഫാളൊക്കെ കാണാൻ കഴിയുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞങ്ങളെ ടയർ ഐസിൽ കിടന്ന് ഇങ്ങനെ തിരിയായിരുന്നു കേട്ടോ. അപ്പം ഈ കുറേ ആൾക്കാർ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടിയും കാറെടുത്ത് മുമ്പോട്ട് പോവാണ്. അപ്പൊ ഗൈസ് നമ്മൾ സ്നോഫാളിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് സ്നോഫാൾ ലാസിമിനെ മുകല്ലേ ഞങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താ പറയുക, കാർ ബ്ലോക്ക് ആയതിനൊന്നും ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുൾ സ്നോയിൽ കളിക്കുകയായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളെ കൂടെ വന്നതാണ്. ഇത് വേറൊരു കപ്പിളാണ്. അവർ ഞങ്ങളും കൂടി ആയിരുന്നു പോയിരുന്നത്. അവർ വേറെ കാറിലായിരുന്നു, ഞങ്ങൾ വേറെ കാറിലായിരുന്നു.
അപ്പോൾ ഗൈസ് ലാസ്റ്റും ഞാനൊക്കെ അവിടെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കിയ കളിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പച്ചി അവിടെ ഇങ്ങനെ മെച്ചക്ക് പോസ് വെച്ച് കൊടുക്കുകയായിരുന്നു കേട്ടോ. ഗൈസ് ഞാനും ലാജും ഒരു സ്നോമാൻ ഉണ്ടാക്കാൻ കുറച്ച് നേരമായി ഗൈസ് കാത്തിക്കണോ. ലാസ്റ്റ് ഒരു സർക്കിൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടുന്ന് നടന്ന് പോവാണ്. കുറച്ച് റോഡുമ്മ കൂടെ പോകുമ്പോൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഇത് സ്നോ അല്ല, ഇത് ഐസാണ്. വേഗം വഴിക്ക് വീഴുന്നുണ്ട് കേട്ടോ. ഇമ്മച്ചും പിന്നെ വേറൊരു അങ്കിളും കൂടെ ഉണ്ടായിരുന്നു. അവരും വീണു കേട്ടോ. അവർ രണ്ടുപേരും 2-3 വട്ടം വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞാൻ ഒരു വട്ടറ്റ് വീണിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ മോമോസ് കഴിക്കുകയാണ്. ഗൈസ് ഞങ്ങൾ ബൈക്ക് റൈഡിങ്ങിന് പോവാൻ നിൽക്കുകയാണ്. ഈ കാശ്മീർ യാത്ര ഏറ്റവും പ്രത്യേകതയായിട്ട് എന്താ വെച്ചാൽ ഞങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തെ എന്ത് കാര്യമാണെങ്കിലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്ത് റൈഡാണെങ്കിലും. അപ്പോൾ ഗൈസ് ഞങ്ങൾ ബൈക്ക് റൈഡിങ്ങിന് പോവാൻ റെഡി ആവാണ്. അപ്പം നമ്മൾ ഏറ്റവും ഹൈറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ ഷൂസൊന്നും പറ്റില്ല. അവിടെ കുറേ എന്താ പറയുക സ്നോ ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ബൂട്ട്സ് ഇടാണ്. നമ്മൾ അതിൻ്റെ മുകളിൽ എത്തിയ ബൈക്ക് ഭയങ്കര ഫാസ്റ്റായിരുന്നു. അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ തന്നെ പറ്റിയില്ല. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആൻറ്റീൻ്റെ ഹസ്ബൻഡ്. അപ്പം ഗൈസ് ഞാനും ലാസി ആ സാധനത്തിൽ ഇരുന്ന് പോവാട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പോവാൻ. ഇങ്ങനെ സ്നോ അങ്ങനെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് റീൽസ് എടുത്തിട്ടോ. അപ്പം അത് ഒരു ക്യാമറമാൻ ഉണ്ടാവും കേട്ടോ നമുക്ക് റീൽസ് എടുത്തൊക്കെ തരാൻ. അപ്പം എൻ്റെതും ലാസിൻ്റെതും ഉമ്മച്ചിൻ്റെതും ഉപ്പച്ചിൻ്റെതും എല്ലാവരുടെയും എടുത്തു കേട്ടോ. റീൽസുകളൊക്കെ ഞങ്ങൾ ഷോർട്സ് അയച്ചിട്ടിട്ട് നിങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ ഞങ്ങൾ മെമ്മറീസിന് എടുത്തതായിട്ട് ഒരു അടിപൊളി മെമ്മറിയാണ് കേട്ടോ ഇത്. ഗൈസ് അവിടുന്ന് ലാസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് അതിൽ ഹീറ്റ് ചെയ്യാൻ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ അവൻ്റെ മേത്ത് വെച്ച് കൊടുത്തു. ഗൈസ് ലാസ്റ്റ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ വേറെ അങ്കിളായിരുന്നു ആ ഹീറ്റിംഗ് സാധനമൊക്കെ വെച്ച് കൊടുത്തിരുന്ന. പിന്നെ അവനെ ഫയറിൻ്റെ അടുത്ത് കൊണ്ടുപോയി നൂഡിൽസൊക്കെ കൊടുത്തപ്പോഴാണ് ഒന്ന് ഇത് കരിച്ചിലൊന്ന് മാറ്റിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ ബൈക്കിൽ പോയി. ഗൈസ് ഇതിന് നമ്മൾ പിന്നെ തിരിച്ച് പോകുന്നതാണ്. അതൊന്നും കറക്റ്റായി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അയാൾ അത്രയും ഫാസ്റ്റിലായിരുന്നു ഓട്ടിയിരുന്നത്. ഫോണ് പിന്നെ താഴെപ്പുഴ പിന്നെ തിരിച്ച് കിട്ടിയില്ല കേട്ടോ. അപ്പം അത് പിടിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും കിട്ടുന്ന പോലെ വീഡിയോ എടുത്തതാട്ടോ. ഗൈസ് ഇപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ട്. ഇതുവരെ സ്നോഫാൾ തീർന്നിട്ടില്ല. ഗൈസ് ബൈക്കുമ്പോൾ ചാടിയാണ് നമ്മൾ പോകുന്നത്. ഗൈസ് എല്ലാം ബാർഗിങ് ചെയ്യാൻ അറിയണം. അന്ന് നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഗൈസ് ഇവിടുന്ന് പെച്ചിൻ്റെ സൺഗ്ലാസ് മിസ്സായി. ഹെവി സ്നോഫാളായിട്ട് ഞങ്ങളിവിടെ അധികം നേരമൊന്നും നിന്നില്ല. വേഗം പോയിട്ടോ. ഇവിടെ നമുക്ക് ശ്രീനഗർക്ക് 3 hours അടുത്തുണ്ട് കേട്ടോ. ഉമ്മച്ചിക്കും ഇതൊക്കെ മൂത്രമൊക്കെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എവിടെയും ടോയ്ലറ്റ് ഇല്ല. എന്നിട്ടൊരു ഹോട്ടലിൽ കണ്ടു കേട്ടോ. അതിൽ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. ഗൈസ് അവിടെ വെള്ളം കഴിഞ്ഞിട്ട് അവിടുത്തെ അങ്കിള് കിച്ചണിന്ന് വെള്ളം എടുത്ത് കൊണ്ടുവന്നു. അതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.